നമസ്കാരം. ഇങ്ങോട്ട് ഞാൻ വരൂല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അച്ഛൻ പോയാ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വെറുപ്പ് അത് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പറവൂർ തൊപ്പിയും ഉള്ളിസുരയൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ വെറുപ്പ് കൊണ്ട് ജനം മുഴുവൻ അവർക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വെറുപ്പ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ രണ്ട് നേതാക്കന്മാരോട് പറയാനുള്ളത് ഇനി മത്സരിക്കാതിരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത് എന്നുള്ള കാര്യം. ഒന്ന് ആലോചിക്കുക. കൊണ്ടുപിടിച്ച പ്രതികരണം അത് എന്താണോ ഇടതുപക്ഷവും എന്താണോ BJPയും പറയുന്നതിനെ അതേപടി അവരുടെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ട് ആ കുപ്രചരണങ്ങൾക്ക് വലിയ തീവ്രത നൽകിക്കൊണ്ട് മാധ്യമങ്ങളും സർക്കാരിനെതിരെ വലിയ തോതിൽ ജനവികാരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്താണ് ജനങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് നിസ്സംശയം പറയാം. എത്ര രാഷ്ട്രീയ വിരോധികളായിരുന്നാലും ശരി, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, അതായത് ഇപ്പോൾ 23 വാർഡുകളിലേക്കാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലായി ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റ് കോൺഗ്രസ് ജയിച്ചിരുന്ന വാർഡുകളിലേക്കാണ്, അല്ലെങ്കിൽ UDF ജയിച്ചിരുന്ന വാർഡുകളിലേക്കാണ്. കേവലം 5 സീറ്റാണ് ഇടതുപക്ഷത്തിന്റെ പക്കലുണ്ടായിരുന്ന വാർഡുകളിലേക്ക് മത്സരം നടന്നത്. അതായത് ഈ മത്സരം നടക്കുന്നത് എങ്ങനെയെന്ന് അറിയാലോ. അതായത് ഏതെങ്കിലും വാർഡുകളിലെ ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തി മരണപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകൾ കടന്നു വരാറുള്ളത്. അങ്ങനെ കേവലം 5 സീറ്റുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുള്ളിടത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. എന്നാൽ UDFനെ സംബന്ധിക്കുന്നിടത്തോളം അവർ നിലവിൽ അവരുടെ കൈവശമുള്ള അവർ ജയിച്ചു കയറിയ 13 വാർഡുകളിലേക്കും NDAയുടെ 8 സീറ്റുകളിലേക്കുമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ സീറ്റുകളിൽ 5-ൽ നിന്ന് 10-ലേക്ക് കുതിച്ചുചാട്ടം നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അതായത് തങ്ങൾക്ക് തോറ്റിരുന്ന മണ്ഡലം, അല്ലെങ്കിൽ തങ്ങൾ തോറ്റിരുന്ന മണ്ഡലത്തിലേക്ക് ജയിച്ചു കയറുകയാണ്. 5-ൽ നിന്ന് കുതിച്ചു ചാടി 10-ലേക്ക് എത്തുകയാണ്. അതൊരു വെറുപ്പിന്റെ മൂർധന്യാവസ്ഥ എന്ന് പറയേണ്ടി വരികയില്ല. കാര്യം ഈ വെറുപ്പെന്ന് പറയുന്നത് ഇവർ ഈ നാട്ടിൽ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഈ BJPയുടെ കൈവശമുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാർഡുകളൊക്കെയാണ് പിടിച്ചെടുത്തുകൊണ്ട് ഇടതുപക്ഷം ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതിപ്പോ പറവൂർ തൊപ്പി, അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള നെടുമ്പാശ്ശേരിയിലുള്ള പഞ്ചായത്ത് ഭരണം പോലും ഇന്നിപ്പോ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട സാഹചര്യം ഉണ്ടായത് ആ വെറുപ്പ് സതീശനും സുരേന്ദ്രനും പറയുന്നത് പോലെയുള്ള വെറുപ്പങ്ങ് പൊട്ടി ഒലിക്കുകയാണെന്ന് ബോധ്യപ്പെടുകയാണ്. ഈ രീതിയിലാണ് പോക്കെങ്കിൽ വരും കാലങ്ങളിൽ ഈ വെറുപ്പ് കൂടി കുറെ കാലം കൂടി സതീശനും ടീംസിനെല്ലാം ഈ പ്രതിപക്ഷ നിരയിൽ ഇരിക്കാനുള്ള അവസരം ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നതിന് ശേഷം സതീശന്റെയോ സുധാകരന്റെയോ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ആരുടെ പേജുകളിൽ നോക്കിയാലും UDF തരംഗം എന്നുള്ള വലിയ പ്രചരണങ്ങൾ നടത്തുന്നത് കാണാം. കാര്യം അവരുടെ സിറ്റിംഗ് വാർഡുകൾ വിജയിച്ചെടുത്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള തള്ളലുകൾ തള്ളാറുള്ളത്. ഇന്നിപ്പോ എടുത്തു നോക്കിയേ, അനക്കോ ഇല്ല, ആവിയില്ല. എന്ത് പറ്റി? ഇത് തരംഗം ഉണ്ടാകുന്നില്ലേ? 13 സീറ്റ് ഉണ്ടായിരുന്ന 10-ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. 7 ഉണ്ടായിരുന്നവർ 4-ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും ഒത്തു കളിച്ചിട്ട് ഇത്ര എത്താൻ പറ്റുന്നുള്ളൂ. അതായത് പിണറായി വിജയനോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്കിപ്പോ ഈ രണ്ട് ടീംസിനെ നല്ല രീതിയിൽ ബോധ്യപ്പെട്ടു എന്ന് കൃത്യമായി വെളിവാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളിൽ നിന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്. കാര്യം അവർക്ക് തന്നെ ഇതിനെ സംബന്ധിച്ച് യാതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ഇടതുപക്ഷം 5 സീറ്റുകളിൽ 1 നഷ്ടപ്പെട്ടതിനെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ട്. പോരാത്തതിന് മനോരമ ഉൾപ്പെടെയുള്ളവർ ഈ മട്ടന്നൂരിൽ കോൺഗ്രസിൽ നിന്ന് BJP ഒരു സീറ്റ് പിടിച്ചെടുത്തതിനെ CPM-ൽ നിന്ന് BJP പിടിച്ചെടുത്തു എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവരുടെ അണികൾക്ക് ഒരു ആശ്വാസം കണ്ടെത്താൻ, അല്ലെങ്കിൽ ആശ്വാസം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വസ്തുത എന്താണ്? ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുമായി നേരിട്ട് അടുത്ത് നിൽക്കുന്ന ഈ ജനപ്രതിനിധികളാണ് മത്സരിക്കാറുള്ളത്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളൊക്കെ മാറ്റിയിട്ട് പുതിയ ആൾ വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയോട് എതിർപ്പുണ്ടെന്നല്ലേ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോ ഈ അടുത്ത കാലത്ത് നടത്തിയ നവകേരള സദസ്സും ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലും ഈ സർക്കാരിനെ, അല്ലെങ്കിൽ കേരളത്തെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര ഭരണത്തിനെതിരെയെല്ലാം ജനങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു തെരഞ്ഞെടുപ്പ്, അത് അവരുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വന്നപ്പോൾ അതിലൂടെ അവരുടെ മാൻഡേറ്റ് കൃത്യമായി അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിലൂടെ അവർ കൃത്യമായി സംസാരിക്കുകയാണ് ഈ നാട്ടിലെ ഭരണത്തിൽ അവർ സംതൃപ്തരാണ് എന്നുള്ള കാര്യം. ഇനി നിങ്ങളുടെ മാപ്രകളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ അത് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ള ശക്തമായ സന്ദേശം കൂടിയായി മാറുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് വെറുപ്പിന്റെ അപ്പോസ്തലന്മാർക്ക്, അല്ലെങ്കിൽ വെറുപ്പിന്റെ മൊത്തം കോൺട്രാക്ടർമാർ അറിയുക, നിങ്ങൾ പറയുന്നതും നിങ്ങൾ പ്രചരിപ്പിക്കുന്നതും അല്ല ജനങ്ങളുടെ തീരുമാനം. അവർ അനുഭവസ്ഥരാണ്.
ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എടുത്ത തീരുമാനമാണ് ഈ തരംഗം എന്ന വാക്കിനെ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ 5-ൽ നിന്ന് 10 മാർക്ക് കൊടുത്ത് അവർക്ക് കൂടുതൽ സീറ്റ് നൽകിക്കൊണ്ട് നിങ്ങൾ തന്നെയാണ് ഈ നാട് ഭരിക്കാൻ കൂടുതൽ യോഗ്യർ എന്നുള്ള ആ ഒരു സീൽ അടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വെറുപ്പ് പാരമ്യതയിലാണ്. ആ വെറുക്കപ്പെട്ടവരെ മതി ഞങ്ങൾക്കെന്ന തീരുമാനത്തിലേക്ക് ജനം എത്തിയിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വേക്കപ്പ് കോൾ ആണെന്ന് പറയേണ്ടി വരികയാണ്.